സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ കാതോലിക്കയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളെ സോറി കേട്ടോ പ്രധാനിയാകുവാൻ സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന, അതാണ് ഈ കാതോലിക്ക മുഖ്യാസനം, ദിയോത്രഫോസ്. അപ്പൊ ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അപ്പോസ്തോലിക ആഹ്വാനത്തെ, അപ്പോസ്തോലിക നിർദ്ദേശത്തെ, അപ്പോസ്തോലിക കൽപ്പനകളെ കൂട്ടാക്കാത്ത ഒരു ദിയോത്രഫോസ് ഇന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോസ്തോലിക കൽപ്പനകളെ, അപ്പോസ്തോലിക ലേഖനങ്ങളെ, അപ്പോസ്തോലിക നിർദ്ദേശങ്ങളെ, അപ്പോസ്തോലിക ആഹ്വാനങ്ങളെ നിരാകരിക്കുന്ന, നിസാരവൽക്കരിക്കുന്ന, അവഗണിക്കുന്ന, എതിർക്കുന്ന, പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 100 വർഷമായി മലങ്കര സഭയെ വ്യവഹാരത്തിൽ കുടുക്കിയിട്ടിരിക്കുന്ന ദിയോത്രഫേസ്. ഫസ്റ്റ് ദിയോത്രഫേസ് ഓഫ് മലങ്കര ചർച്ച് ഈസ് none other than ഗീവർഗീസ് ദിവന്നാസിയോസ് വട്ടശ്ശേരി. അപ്പൊ വട്ടശ്ശേരി ഗീവർഗീസ് ദിവന്നാസിയോസ് എന്ന ദിയോത്രഫേസ് യോഹന്നാൻ ശ്ലീഹായെ കൂട്ടാക്കാത്ത ദിയോത്രഫേസ് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക സിംഹാസനത്തിൽ പരിശുദ്ധ പത്രോസ്ലീഹായുടെ പാരമ്പര്യത്തിൽ, പൈതൃകത്തിൽ, പിന്തുടർച്ചയിൽ പത്രോസ്ലീഹായുടെ പിൻഗാമിയായിട്ട് നിൽക്കുന്ന പരിശുദ്ധ പാത്രിയർക്കീസുബാവായ കൂട്ടാക്കാത്തവരുണ്ടാകും. നിങ്ങൾ ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്തിനാണ്? യോഹന്നാൻ ശ്ലീഹ തന്നെ നേരിട്ട് എഴുതുകയാണ്, അവൻ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അപ്പൊ നിന്റെ അധികാരം എന്താണ്? നിന്റെ അവകാശം എന്താണ്? നിന്റെ പദവി എന്താണ്? ഒത്തിരി ചോദ്യങ്ങളാണ്. പക്ഷേ യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ച് എന്താണ് ചോദിക്കാനുള്ളത്? യേശു തമ്പുരാന്റെ മാറോട് ചാരിയിരുന്ന് തന്റെ കാതുകളിൽ ആ ഹൃദയസ്പന്ദനത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ ശ്ലീഹ കുരിശിന്റെ ചുവട്ടിൽ മറ്റു ശിഷ്യന്മാരൊക്കെ കാണാതെ ഇരുന്നപ്പോ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഏക അപ്പോസ്തോലിക സാന്നിധ്യം തന്റെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്ത വാത്സല്യ ശിഷ്യൻ. അവിടെ ഡിസ്പ്യൂട്ടാണ്. ദിയോത്രഫേസിനോട് ചോദിക്കണം. ദിയോത്രഫേസിന്റെ ലേഖനം നമുക്ക് ലഭ്യമല്ല. ദിയോത്രഫേസിന്റെ ന്യായീകരണം നമുക്ക് ലഭ്യമല്ല. ദിയോത്രഫേസും യോഹന്നാൻ ശ്ലീഹായും കൂടെ സുപ്രീം കോടതിയിൽ കേസിന് പോയിരുന്നെങ്കിൽ യോഹന്നാൻ ശ്ലീഹ ദയനീയമായി പരാജയപ്പെട്ടു. ദിയോത്രഫേസിനോട് ചോദിക്കണം. ഇന്നത്തെ തേടുവത്തായും കൊള്ളസംഘവും സംസാരിക്കുന്നതിനേക്കാൾ വാചാലമായും കൺവിൻസിംഗ് ആയിട്ടും ദിയോത്രഫോസ് സംസാരിക്കും. ദിയോത്രഫേസ്, നീ എന്തുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ട് കേൾക്കാത്ത? അയ്യോ എന്റെ പൊന്നെ, കേൾക്കണം, നിങ്ങൾ അവിടെ ഇരിക്കും, പറഞ്ഞുതരാം. നമ്മൾ വീണുപോകും. ഹി ഹാസ് സച്ച് എ കൺവിൻസിംഗ് സ്റ്റോറി. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്നാണ് പറയുന്നത്. പരിശുദ്ധ പത്രോസ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ, ആ പാരമ്പര്യത്തിൽ, ആ പൈതൃകത്തിൽ, ആ പിന്തുടർച്ചയിൽ ഇരിക്കുന്ന പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമി മോറാൻമാർ ഇഗ്നാത്തിയോസ് അപ്രേന്തിതീയൻ പാത്രിയർക്കീസുബാവ, അദ്ദേഹത്തെ പറ്റി സംശയങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. പക്ഷെ സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കി, there is no dispute. പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോ ചാൾസ് ശോഭരാജിന്റെ വകയായിട്ട് ഒരു 2000 കോടി രൂപ എവിടെയുണ്ട്. അവകാശികൾ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മെത്രാന്മാരിൽ മിക്കവരും തന്നെ സ്വന്തം തന്ത ചാൾസ് ശോഭരാജിനെ എന്ന് പറയാൻ മടിക്കാത്തവന്മാർ. വേണ്ടി വന്നാ പറയും. അവിടെ ഇന്നപോലെ ശോഭരാജ് നമ്മുടെ സ്വന്തമാണ്. പലപ്പോഴും എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ശോഭരാജിനെ കണ്ടിട്ടുണ്ടെന്ന് വേണ്ടി സാക്ഷ്യം പറയും, ചങ്കത്തടിച്ചു പറയും. അപ്പൊ ഇത്ര ഹീനമായ വിധത്തിൽ, ഇത്ര അധമമായ വിധത്തിൽ, ഇത്ര ജുഗുപ്സാവഹമായ വിധത്തിൽ പെരുമാറുന്ന ഇവർ, ഈ IOC എന്ന് പറയുന്ന കഞ്ഞിക്കുഴി കൊള്ളസംഘം, ക്രിസ്ത്യാനിത്വത്തിന് അപമാനമാണ്.
ഓരോ IOC-ക്കാരനും ചിന്തിക്കേ. ഇനി ഞാൻ ഈ പറയുന്നത് തെറ്റാണ്, എന്നെ തിരുത്ത്. ഞാൻ ഏത്തമിട്ടിട്ട് മാപ്പ് പറയാം. നിങ്ങൾ കൺവിൻസിംഗ് ആയിട്ട് പറയൂ. നിങ്ങൾ ഓപ്പൺ ചെയ്യും. നിങ്ങൾ എന്തിനാ ഒളിച്ചിരിക്കുന്നേ? സംസാരിക്കൂ. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അപ്പൊ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ നേർ അപ്പോസ്തലന് ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പൊ പച്ചമരത്തോട് ഇതാ ചെയ്യുന്നെങ്കിൽ പിന്നെ ഉണക്കമരത്തോട് എന്ത് ചെയ്യും? യോഹന്നാൻ ശ്ലീഹ പറയാണ്, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. Preeminence among them. He loves, he desires to have. അപ്പൊ ഇതാ പറഞ്ഞേ, യോഹന്നാൻ അപ്പോസ്തലനെ കൂട്ടാക്കാത്ത ദിയോത്രഫേസ് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അപ്പോസ്തോലിക അധികാരത്തെ, അപ്പോസ്തോലിക് സീയിൽ നിൽക്കുന്ന പാത്രിയർക്കീസിനെ കൂട്ടാക്കാത്തവർ 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ് പല ആളുകൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് ഞാൻ പറഞ്ഞത് ദിയോത്രഫേസിനെ വിളിച്ചിരുന്നെങ്കിൽ വളരെ വാചാലമായിട്ടും യോഹന്നാൻ അപ്പോസ്തലനേക്കാൾ വളരെ നല്ല ഭാഷയിലും വളരെ നമ്മൾ വിശ്വസനീയമായ വിധത്തിലും സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അവിടെ കുറെ പേരെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. പാത്രിയർക്കീസ് ബാവായ്ക്കെതിരെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ചെയ്യുന്ന അതാണ്, ദുർവാക്ക് പറയുക. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞുകൊണ്ട്, കണ്ടോ, അപ്പോസ്തലന്മാർക്കെതിരെ ദുർവാക്ക് പറയുന്നവർ 1-ാം നൂറ്റാണ്ടിൽ സഭയിലുണ്ടായിരുന്നു. അവിടെ യോഹന്നാൻ ശ്ലീഹ പറയാണ്, പ്രാറ്റിംഗ് അഗൈൻസ്റ്റ് us with malicious words. അപ്പൊ അതല്ലേ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്കെതിരെ IOC-ക്കാർ ചെയ്യുന്നത്. യോഹന്നാൻ ശ്ലീഹയാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഗോഡ് ഈസ് ലവ് എന്ന നിർവചനം എഴുതി വെച്ചത് യോഹന്നാൻ ശ്ലീഹ. അതൊന്നും വിഷയമല്ല. അതൊക്കെ എഴുതിയെന്നല്ലേ ഉള്ളൂ. അതെ, അതിപ്പോ എഴുതിയെന്ന് വെച്ചാൽ അതിനധികം അദ്ദേഹത്തിന് എന്താണ് അധികാരമുള്ളത്? അപ്പൊ അല്ല, അത് എഴുതിയെന്നല്ലേ ഉള്ളൂ. അതിപ്പോ അദ്ദേഹത്തിന്റെ ഒന്നും അല്ലല്ലോ. യോഹന്നാൻ ശ്ലീഹ ആര്? യോഹന്നാൻ ശ്ലീഹ യേശുവിന്റെ അപ്പോസ്തലൻ. എന്ത് യേശു? യോഹന്നാൻ ശ്ലീഹ അല്ലേ യേശുവിന്റെ അമ്മയെ ഏൽപ്പിച്ച്? ഏതമ്മ? അല്ല, യോഹന്നാൻ ആര്? സുറിയാനി സഭയുടെ നല്ല ലിറ്റർജി. എന്ത് ലിറ്റർജി? നമ്മൾ ഈ സുറിയാനി ഏത് സുറിയാനി? എന്നാ ചെയ്യാനാണ്? യോഹന്നാൻ ശ്ലീഹ പോലും കുഴഞ്ഞുപോയി. യോഹന്നാൻ ശ്ലീഹ പറയാണ്, അവൻ ഞങ്ങളെ ശകാരിക്കുകയാണ്. ആര്? ദിയോത്രഫേസ് കാതോലിക്കയാണ്. നിങ്ങൾക്ക് മനസ്സിലായ സംഗതിയുടെ ഗൗരവം? ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ കിടക്കുന്ന വിഡ്ഢികൾ മനസ്സിലാക്കണം, ഇത് ആദ്യം തൊട്ടുള്ളതാണ്. ആദ്യം തൊട്ടുള്ള പരിശുദ്ധ സഭയ്ക്കെതിരെ, അതായത് സ്ത്രീക്കെതിരായിട്ട് സർപ്പത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ. ആ സ്ത്രീയെ കൈക്കൊണ്ട യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി സ്വീകരിച്ച് കൈക്കൊണ്ട് ഏറ്റുപറഞ്ഞ ഒരേ ഒരു സഭാവിഭാഗമാണ് പരിശുദ്ധ യാക്കോബായ സഭ. അതാണ് ഈ പീഡനത്തിന്റെ കാര്യം. യോഹന്നാൻ ശ്ലീഹയ്ക്ക് ഉപദ്രവം സ്ത്രീയെ ഏറ്റതുകൊണ്ടാ. ഈ സ്ത്രീയെ ഏറ്റെടുത്തതാണ് വിഷയം. പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് യാക്കോബായ സഭ ഇതുപോലെ മെലിഞ്ഞു പോയത്? എന്തുകൊണ്ടാണ് യാക്കോബായ സഭ ഇതുപോലെ ഉപദ്രവിക്കപ്പെട്ടത്? കൃഷ്ണക്കാറ്റിലെ വയൽപ്പൂ പോലെ വാടിക്കൊഴിഞ്ഞു പോയത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, സർപ്പത്തിന്റെ വായിൽ നിന്നുള്ള വിഷക്കാറ്റ്. സർപ്പം മാരകമായി മുറിവേൽപ്പിക്കുന്നു. സ്ത്രീയെ ഏറ്റെടുത്തതാണ്. എഫേസോസിലെ സുന്നോദോസിൽ മറിയം ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞ് അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് സേവേറിയോസ് പറഞ്ഞു, മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. അന്ന് തുടങ്ങി സഭയുടെ പീഡനം.
യോഹന്നാൻ ശ്ലീഹായ്ക്കെതിരെ തിയേത്രഫോസ് എന്ത് പറഞ്ഞെന്നാ പറഞ്ഞേ? ദുർവർത്തമാനം പറഞ്ഞു പരത്തി. ഇംഗ്ലീഷിൽ അവിടെ ആ വേർഷന് കൊടുത്തിരിക്കുന്ന മാലീഷ്യസ് വേർഡ്സ്, വൃത്തികേട് പറയുന്നു പാത്രീർക്കീസ് ബാവയ്ക്കെതിരെ. ആശ്ചര്യപ്പെടേണ്ടതുണ്ടോ? അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. അതുകൊണ്ടാണ് അന്ത്യോക്യൻ പാത്രീർക്കീസോ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നുള്ള പ്രതിനിധികളോ മലങ്കരയിൽ എത്തുന്നതിനെ ഇവർ ഭയപ്പെടുന്നത്. അത് ഇന്നല്ല അന്നും പലപ്പോഴും അന്ത്യോക്യൻ പ്രതിനിധികൾക്കെതിരെ സർക്കാരിൽ പരാതി കൊടുത്ത് അവരുടെ വിസ റദ്ദ് ചെയ്യിച്ചു, അവരെ ഇവിടുന്ന് ഓടിക്കാനൊക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം സിറിയയിലെ പ്രത്യേക പരിതസ്ഥിതി നിമിത്തം പരിശുദ്ധ പാത്രീർക്കീസ് ബാവ സന്ദർശനം ചുരുക്കി മടങ്ങിപ്പോയപ്പോഴും ഇവര് പറഞ്ഞു, കണ്ടോ ഞങ്ങൾ ഓടിച്ചതാണ്. തേടുമത്തായി പറഞ്ഞു ഞങ്ങൾ ഓടിക്കും, ഇനിയും ഓടിക്കും. എന്തിനാ ഓടിക്കുന്നത്? ഞങ്ങൾക്ക് പേടിയാണ്. അപ്പൊ യോഹന്നാൻ ശ്ലീഹ പറയാം, ഞാൻ വന്നാൽ അവനോട് ഞാൻ അവനെ കൺഫ്രണ്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ വന്നാൽ if I come, അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ നിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അവൻ പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ പാത്രീർക്കീസ് ബാവയെ കൈക്കൊള്ളുന്നില്ല എന്നത് പോകട്ടെ, അങ്ങനെ മനസ്സുള്ളവരെ എന്ത് ചെയ്യുന്നു? വിരോധിക്കുന്നു.